കാര്യം നിങ്ങൾ ഓർത്തോ? എന്റെ ഭർത്താവ് ജയിലില്ല. കുറ്റവരായിട്ട് ആരുമില്ല എനിക്ക്. ജയിലിൽ പോയി സുദർശനെ കണ്ടപ്പോ പത്മേച്ചിയുടെ വീട്ടിൽ പോയി മാപ്പ് പറയണമെന്ന് പറഞ്ഞു. എത്ര പ്രതീക്ഷയിലെ ഞാൻ വന്നെന്നറിയോ? ഞാൻ പറയുന്നത് മാത്രം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ കുറ്റവരായിട്ട് ആരെങ്കിലും കൂടി ഉണ്ടാവൂലെന്ന് കരുതി. അതെന്റെ തെറ്റ്. പക്ഷെ എന്നെ ഒരു കൊലപാതകയായിട്ട് ചിത്രീകരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഇവിടെ എഴുന്നേക്കണമെങ്കിൽ പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ ദേവിയാണ്, ഞാൻ ഇവിടെ ഇറങ്ങില്ല. നീ ആദ്യം പുറത്തിറങ്ങ. ഇല്ല എതിയേട്ടാ, ഇതിനൊരു തീരുമാനമാവാതെ ഞാൻ ഇവിടെ ഇറങ്ങില്ല. എന്റെ പേരിൽ ഈ കുറ്റം എന്നും നിലനിൽക്കും. അതങ്ങ് തീരട്ടെ. എന്റെ ഭർത്താവിനോടൊപ്പം ജയിലിൽ ചെന്ന് കിടക്കാനാ എന്റെ വിധിയെങ്കിൽ ഞാനതങ്ങ് സഹിച്ചോളാം. പത്മേച്ചി, ഞാൻ ഇന്ന് പോയ അമ്പലം ഏതാന്നറിയോ? പത്മേച്ചിയുടെ തറവാട് ക്ഷേത്രം. പത്മേച്ചിക്ക് ഓർമ്മയില്ലേ? വേദമോള് ചെറുതായിരിക്കുമ്പോ പത്മേച്ചി അവളെയും കൂട്ടി തറവാട് ക്ഷേത്രത്തിലേക്ക് പോയത്. അന്ന് ഞാനും സുദർശനും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് പത്മേച്ചി വേദിക്ക് വേണ്ടി അവിടെ ഒരു ചടങ്ങ് നടത്തി. ദേവിക്ക് മുമ്പിൽ അവളെ അടിമ കിടത്തി. കുഞ്ഞുങ്ങളെ അടിമ കിടത്തുമ്പോ ക്ഷേത്രത്തിൽ വെച്ച് അച്ഛനമ്മമാരെടുക്കുന്ന തീരുമാനം എന്താ? ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്ത് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോഴും അവിടെ ചെന്ന് അനുവാദം ചോദിക്കണമെന്നല്ലേ? ദേവിയുടെ കുഞ്ഞല്ലേ അവള്. അവളുടെ കല്യാണം തീരുമാനിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അത് നീ എങ്ങനെ അറിഞ്ഞു? അതെങ്ങനെങ്കിലും ആവട്ടെ. പക്ഷെ വേദമോളുടെ വിവാഹം തീരുമാനിക്കുന്നതിന് മുമ്പ് ദേവിയുടെ അനുവാദം വാങ്ങിക്കണമെന്ന് മറന്നുപോയെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ദേ നോക്ക്, പത്മേച്ചിയുടെ തറവാട് ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിന്റെ രൂപമായത് പത്മേച്ചിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാ. നിങ്ങൾക്ക് ചിലപ്പോ വിശ്വാസം കാണില്ലായിരിക്കും. പക്ഷെ നടയിൽ ചെന്ന് നിന്ന് പറയുന്ന കാര്യങ്ങൾ ദേവി മറക്കില്ല, മറികടന്ന പൊറക്കില്ല. ഈ വിവാഹത്തിന്റെ കാര്യം ഞാൻ പൂജാരിയോട് സംസാരിച്ചപ്പോ അങ്ങനെ ഒരു വിവാഹം നടക്കാൻ സാധ്യതയില്ലെന്നാ പൂജാരി എന്നോട് പറഞ്ഞത്. അല്ല, ഇവളിത് എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഇവളാണോ വേദയുടെ വിവാഹ കാര്യം സംസാരിക്കാൻ അമ്പലത്തിലേക്ക് പോകുന്നത്? ഞാനല്ല, അതിന് എനിക്കൊരു അർഹതയും ഇല്ല. പക്ഷെ അവള് നമ്മുടെ കുഞ്ഞല്ലേ. ഒരുപാട് നാള് ഞാൻ എടുത്തോണ്ട് നടന്നതല്ലേ. അവളുടെ ജീവിതത്തിന് ഒരു ദോഷം വരരുതെന്ന് കരുതി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഞാൻ പത്മേച്ചിയുടെ കാല് പിടിച്ച് പറയുവാ, പത്മേച്ചി ക്ഷേത്രത്തിൽ പോണം, പൂജാരിയെ കണ്ട് കാര്യം പറയണം. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിവാഹം നടത്താൻ പാടുള്ളൂ. അച്ഛാ, ഇവരുടെ കാര്യത്തിൽ എന്താ അച്ഛാ തീരുമാനം? കൂടുതൽ നേരം ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പത്മായി, ഇവളോട് നീ പോ. പത്മേച്ചി, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞില്ലേ. പോലീസിനെ വിളിക്കാൻ പത്മേച്ചിക്ക് എന്തിനാ മടി? പോലീസിനെ ഇപ്പൊ വിളിക്കുന്നില്ല. നീ ഇറങ്ങ്. ഇറങ്ങാൻ പറഞ്ഞ അല്ല, നിനക്കത് കേട്ടൂടെ? ശരി, ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ സംശയം കിടക്കാന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ പോകുന്നു. എന്തെങ്കിലും ഒരിക്കൽ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ തള്ളിക്കളഞ്ഞാലും വേദമോളുടെ കാര്യം മറക്കല്ലേ ചേച്ചി. രാജീവേട്ട, നമുക്ക് പോവാം. ഈ വിഗ്രഹം കൂടെ എടുത്തോണ്ട് പോ. അത് ഞാൻ പത്മേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതാ. അതെന്ത് ചെയ്യണമെന്ന് പത്മേച്ചിക്ക് തീരുമാനിക്കാം. ഞാനിതൊരിക്കലും തിരിച്ചു കൊണ്ടുപോവില്ല. ഇത് പത്മേച്ചിയുടെ ദേവിയാ, പിന്നെ ഉദയേട്ടന്റെയും. വാ രാജീവേട്ട.
എന്താ പത്മ ഇതൊക്കെ? അതെ, അവള് പറഞ്ഞതൊക്കെ സത്യമാണോ പത്മ? നമുക്ക് സംസാരിക്കാം ഏട്ടാ.